നിനക്ക് എന്ത് അടിസ്ഥാനം ഉണ്ട് അതിന് പറയാൻ? എന്ത് പ്രൂഫുണ്ട്? എന്ത് പ്രൂഫുണ്ട് നീ പറയുന്നതിന്? അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് കുത്തൊഴുക്ക് പോലെ ധ്യാൻ ചേട്ടന്റെ പടങ്ങൾ വരുന്നത്. ചോദ്യം അതെ. അപ്പൊ ഞാൻ പറയുന്നത് ധ്യാൻ ചേട്ടന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു റീല് കണ്ടായിരുന്നു. അതില് ധ്യാൻ ചേട്ടൻ തന്നെ ധ്യാൻ ചേട്ടനെ പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അല്ല, ആ റീലിന്റെ കൺസെപ്റ്റ് അതാണ്, ഒരു പടക്കം തോളിലിട്ടുകൊണ്ട് വരുന്നത്. മനസ്സിലാകുന്നു. അപ്പൊ ഒരു പടത്തിനെ ശരിക്കും ഡീമോട്ടിവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഞങ്ങൾ എത്ര പ്രൊമോട്ട് ചെയ്യാലോ അപ്പൊ കേറൂ. നിങ്ങളോ? ഞങ്ങള് മീഡിയ ടീം. നിങ്ങൾ കാരണം എത്ര പടം എന്റെ ഓടി. ചേട്ടാ 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 പരിപാടി ഞാൻ ഈ പരിപാടി കുറച്ച് നേരം ഇതുവരെ കാണുന്നതാണ്. ചേട്ടനിപ്പോ നിങ്ങൾ കാരണം എന്റെ ഓടി ഒരു പടം പറഞ്ഞുതരും. എനിക്ക് പറഞ്ഞ എന്റെ കൊള്ളാമത്ത ഒരു പടം നിങ്ങൾ കാരണം നീ കാരണം ഓടിച്ചത്. നല്ലൊരു തിരക്കഥയുള്ള പടം ഓടിയിട്ടുണ്ട്. നല്ലൊരു തിരക്കഥയുള്ള പടം ഓടിയിട്ടുണ്ട്. ഏത് ചേട്ടൻ ഏത് നല്ല തിരക്കഥ പൊട്ടിയ പടം പറ. നീ തോറ്റു പോയിന്റെ മുന്നിൽ. ഇല്ല തോറ്റുപോലെ ചേട്ടാ. ചേട്ടാ കപ്പൽ മുതലാളി ഇപ്പൊ 21 ഗ്രാംസ് പറഞ്ഞു. അല്ലല്ല കപ്പൽ മുതലാളി ഞാൻ പറയട്ടെ. നിങ്ങളുടെ വിഷയത്തിൽ ചോദ്യം ഒന്ന് ഫിനിഷ് ചെയ്തോട്ടെ. ചോദ്യം ഫിനിഷ് ചെയ്തോട്ടെ. അതായത് കപ്പൽ മുതലാളി താരതമ്യേന നല്ല പടമാണ്. നിനക്ക് ഇഷ്ടമായ നിന്റെ ഇഷ്ടം, എന്റെ ഇഷ്ടം എനിക്ക് ഇഷ്ടമില്ല പടം. പക്ഷേ 21 ഗ്രാംസ് താരതമ്യേന നല്ല പടം. ബോക്സ് ഓഫീസ് ഹിറ്റ് ആണെന്നല്ല പറയുന്നത്. കപ്പൽ മുതലാളി ബോക്സ് ഓഫീസ് ഹിറ്റ് അല്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അത് ഭയങ്കരമായിട്ട് കളിയല്ല. ഒന്ന് പറയട്ടെ. ഞങ്ങളുടെ പോയിന്റ് ഒന്ന് കേൾക്കും. ഇപ്പൊ തന്നെ ഞാൻ പറയാം. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് നല്ലൊരു തിരക്കഥയുള്ള സിനിമകളൊന്നും പൊട്ടിയിട്ടില്ല. പ്രൊമോഷൻ ഇല്ലാതെ തന്നെ ജയിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോ വരാത്ത പടങ്ങൾ ഒരുപാട് ജയിച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ എന്റെ ഒരു അഭിപ്രായം, മലയാള സിനിമയുടെ ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ പറയാണ്, ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പറയുന്ന പോലെ ഒരു കണക്കില്ലാണ്ട് ചൂടപ്പം പോലെ ഇറങ്ങുന്ന സിനിമകളാണ്. അത് നിങ്ങൾ പ്രൊഡ്യൂസർമാര് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയിട്ട് പടങ്ങൾ ഇനി മുതൽ സെലക്ട് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം ആസ് എ പ്രേക്ഷകൻ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ പടത്തിന്റെ ഹിറ്റ് ആ ഒരു നിരക്കിലൊക്കെ ഒരുപാട് മാറ്റം വരും. അതല്ലാതെ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് ഇങ്ങനെയുള്ള കുറെ പടങ്ങൾ പ്രതീക്ഷ വെക്കേണ്ടതെന്നാണ്. ഞങ്ങളൊക്കെ ഒരു സിനിമാക്കാരനാവണമെങ്കിൽ തന്നെ ഒരുപാട് പ്രതീക്ഷയിലാണ്. ഇപ്പൊ കപ്പൽ മുതലാളി കഴിഞ്ഞ എത്ര നായക വേഷം രമേഷ് പിഷാരടി കിട്ടി? കപ്പൽ മുതലാളി കഴിഞ്ഞു, എത്ര നായക വേഷം കിട്ടി രമേഷ് പിഷാരടി ചേട്ടന്? സൈഡ് റോളിലോട്ട് പോയില്ലേ? പക്ഷെ ചേട്ടന് എത്ര പടം പൊട്ടിയിട്ടും പടം കിട്ടുന്നുണ്ട്. നിനക്ക് ഇതിന്റെ പെറിഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും ഒരിക്കലും എന്നെ വെച്ചിട്ട് എത്ര പടം പൊട്ടി, എന്നെ വെച്ചിട്ട് എന്തിനാ വീണ്ടും വീണ്ടും പടം എടുക്കുന്നത്? പറയാൻ പറ്റില്ല. ഇത്രയും നീ പറഞ്ഞില്ല, അതും കൂടെ പറ. ഒരു പ്രൊഡ്യൂസർ ഇരിക്കുന്നു പറയാൻ പറ്റില്ല. അല്ല പറ, നീ പറഞ്ഞോ. അതായത് ചേട്ടന്റെ കമന്റ്സിൽ വരുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ സ്റ്റാർ എന്നൊക്കെയാണ്. ആയിക്കോട്ടെ, അതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടാവുന്നുണ്ട്. ഞാനല്ല വിളിപ്പിക്കുന്നത്, എനിക്ക് അക്കൗണ്ടിലാണ്. ഇതൊന്നും അതുകൊണ്ട് എനിക്കെന്താണ് ഗുണം? ആ രീതിയിൽ അവർക്ക് ഗുണം ഉണ്ടാവുന്നുണ്ടോ? അപ്പൊ എന്റെ പടം ഏതാ നഷ്ടമായിട്ടുള്ള? എല്ലാരും വിളിപ്പിച്ചില്ലേ? പൈസയെല്ലാം വന്നില്ലേ? പ്രേക്ഷകര് നിരാശയിലാണ്. നീ മാനിക്കോ വെച്ചാൽ ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കുക, എനിക്കിഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്തൂടെ? അല്ല, അതിനകത്ത് പൊട്ടുമെന്നല്ല പറയുന്നത്. ആ റീലിനകത്ത് പറയുന്നത് എന്താ? ഈ പടക്കം പൊട്ടില്ല, ഇത് പൊട്ടിയാലും അത് ഇവിടെ ഒരാളും എങ്ങനെയാണ് കാണേണ്ടത്, ഞാൻ ജീവിതത്തെ എങ്ങനെയാണ് കാണുന്നത്, നീ എനിക്ക് പഠിപ്പിച്ചു തരണം. അല്ലല്ല, സിനിമയെ കുറിച്ച് നീ എന്റെ കാഴ്ചപ്പാടും ഞാൻ എങ്ങനെ സിനിമയെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് രണ്ടുണ്ട്. നീ എന്തിനാ എനിക്ക് പറഞ്ഞു തരുന്നത്? നീ കണ്ടൂടെ? അല്ലല്ല, അത് നിനക്ക് ഇത്രയും ആൾക്കാരിരിക്കെ പ്രസ് മീറ്റിൽ നീ ജീവിതത്തിന് വളരെ സീരിയസ് ആയിട്ട് നീ ചെയ്യുന്ന ജോലി സീരിയസ് ആയിട്ടല്ലേ കാണുന്നത്? അതേ സീരിയസ്നെസ്സോടെ ഞാൻ ജോലി ചെയ്യുന്നു. ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി. നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ, നിർത്ത്, ഒരു സെക്കൻഡ് നിർത്ത്.
നീ ഇപ്പൊ ഒരു വാഗ്വാദത്തിന് വന്നതല്ലോ. അല്ലല്ലോ അല്ലല്ലോ. അപ്പൊ നീ പറഞ്ഞ ആവശ്യമില്ലാത്ത കുഴപ്പമില്ല. നീ ചെയ്ത പോലെ തന്നെ അവനും ഒരു ഇതായിട്ട് ചോദിക്കണം. ഞാൻ സീരിയസ് ആവണോ, ഞാൻ എന്താണെന്നുള്ളത് നീ എനിക്ക് പറഞ്ഞു തരണ്ടല്ലോ മോനെ. ഒരു സെക്കൻഡ്, അത് വിട്. അതായത് അത് സീരിയസ് ആയിട്ടൊക്കെ എടുക്കുന്നുണ്ട്. സിനിമ പൊളിയുന്നു, ഈ പൊളിഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ മോനെ സമരത്തിലേക്ക് പോണമെന്ന് ഞങ്ങളല്ല. നീ ഇപ്പോ ഏതാ ഏതാ ഉൾപ്പെടെ എല്ലാം കോമഡി ആയിട്ട് തന്നെയാണ് പറയുന്നത്. ഇതൊരിക്കലും നമ്മള് ഈ പറയുന്ന ഇത്രയും ആൾക്കാർ നീ ഇപ്പൊ ആലോചിച്ച് നോക്ക്. ഞാൻ സീരിയസ് ആയിട്ട് അത് വളരെ പേഴ്സണൽ ആണ് നീ ചോദിച്ച കാര്യം. ഞാൻ ചോദിച്ച അത് നിനക്ക് എൻ്റെ അടുത്ത് ഈ ഒരു പടത്തിന് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും ആൾക്കാരിക്കുന്ന സ്ഥലത്ത് ഒരു മിനിറ്റടാ, ഒരു മിനിറ്റ് സഹോദരൻ. അപ്പൊ ഞാൻ പറയല്ലേ, നീ അത് കേക്ക്. നീ ഒരു ചോദ്യം ചോദിച്ചില്ലേ, നിങ്ങൾക്ക് കുറച്ചുകൂടെ സീരിയസ് ആയി കണ്ടോ? അത് ഞാൻ മറുപടി പറഞ്ഞിട്ടെ. ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം, ഞാൻ എങ്ങനെ സിനിമനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നീ എനിക്ക് ദയവ് ഇത് പറഞ്ഞു തരുന്നു. നിന്നെ ഒരിക്കലും നീ ഒരു മിനിറ്റ് എടാ മോന്റെ പേരെന്തുവാ? വേണ്ട അല്ല, ഏത് ചാനലാ? അതും വേണ്ടല്ലേ. പക്ഷെ എനിക്കിപ്പോ നല്ലൊരു അറിവ് കിട്ടിയപ്പോ ഞാന് 40 വർഷമായി. ഓക്കെ, അത് അഡ്വർടൈസ്മെന്റ് ആയാലും ഇപ്പൊ ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം, മോൻ പറഞ്ഞു കള്ളപ്പണം വെളുപ്പിക്കാനാണ് സിനിമ എടുക്കുന്നത്. അല്ല, താഴെ ഇടുന്ന കമന്റ് വെച്ചിട്ടാണോ നീ പറയാ കള്ളപ്പണം പഠിപ്പിക്കുന്ന കാര്യം? നിനക്ക് എന്ത് അടിസ്ഥാനം ഉണ്ടായാലും പറയാം. എന്ത് പ്രൂഫ് ഉണ്ട്? എന്ത് പ്രൂഫ് ഉണ്ട് നീ പറയുന്നതിന്? നീ താഴെ യൂട്യൂബിൽ കമന്റ് ചെയ്ത ആൾക്കാരെയാണ് പറഞ്ഞിട്ടല്ലേ? നിനക്ക് എന്തെന്ന് അറിയാമോ ഇതിനെ കുറിച്ച്, സിനിമയെ കുറിച്ച്? അപ്പൊ മിണ്ടരുത്. വിഷയമില്ല. നമ്മളൊരു സ്ഥലത്ത് വരുമ്പോ ഞാൻ ഇവരെയൊക്കെ എത്ര കാലമായി കാണുന്നത് അറിയാമോ? അൺപ്ലസന്റ് ആയിട്ടുള്ള ഒഫെൻസീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുക. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നീ കേട്ടോ? ഇതല്ല, അവനൊരു കാര്യം പറഞ്ഞോട്ടെ. ഒരു കാര്യം നീ കേട്ടോ? എടാ, ഒരു കാര്യം നീ കേട്ടോ? ഇല്ല, അവനൊരു ഒരു കാര്യം പറയടാ മോനെ. എടാ നീ അവിടെ അവനെ നിങ്ങൾ കോർണറിയല്ലേ? എടാ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര സിനിമ എന്നറിയാമോ? ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക. വെറുപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നത് സിനിമയിൽ വേണ്ടത് വെറുപ്പിക്കരുത്. ഇവിടെ വേണ്ടത് സ്ക്രിപ്റ്റ് പടം ചെയ്യുക, ഇതൊന്നുമല്ല. അച്ചടക്കം, മര്യാദ, എവിടെ എന്ത് സംസാരിക്കണമെന്നും വെറുപ്പിക്കാതിരിക്കുക. നീ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നതാണോ? നീ ഇത്രയും ആൾക്കാർ പറഞ്ഞിട്ട് നീ വെറുപ്പിച്ചു, എന്നെ വെറുപ്പിച്ചു. ഇത്രയും ആൾക്കാര് നിനക്ക് ഒരു വില ഞങ്ങളെടുത്തുണ്ടോ? ഒന്നുമില്ലല്ലോ. നീ ഇത്ര തവണ ഞാൻ പറയുന്നത് നീ മോനെ കുഴപ്പമില്ല. ഇതിനെയും അതിന്റേതായ രസത്തിൽ തന്നെ എടുത്താൽ മതി മോനെ. കുഴപ്പമില്ല, ചോദിച്ചോ. നിന്നോട് നീ ഉത്തരം പറയാനില്ല. ആൾക്കാര് പ്രൊമോഷൻസിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി വന്നതാണ്. നിർത്തടാ. പറയല്ലേ, അല്ലല്ല, നിങ്ങൾക്ക് കുറെ പ്രാവശ്യമേ പുറത്താക്കുന്നല്ല, മറ്റുള്ളവർക്ക് ചോദിക്കാൻ അവസരം കൊടുക്കണം. പുറത്താക്കൊന്നുമില്ല. അയ്യോ മോനെ കുഴപ്പമില്ല, ചോദിച്ചു നമ്മൾ പറഞ്ഞു. ക്വസ്റ്റ്യൻസ് വരുന്നു, പ്ലീസ് പ്ലീസ്. കുഴപ്പമില്ല. റൂം എടുത്ത് തരും ഞാൻ. ധ്യാൻ ശ്രീനിവാസൻ. അപ്പൊ ഈ പുള്ളിക്കാരന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പുള്ളിക്കാരന്റെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെയാണ്. പുള്ളിക്കാരന്റെ സിനിമകളും ഒരു കാലത്ത് എനിക്ക് ഇഷ്ടമായിരുന്നു. അതായത് ഇപ്പൊ നമ്മുടെ അടികപ്പേരെ കൂട്ടമണിയൊക്കെ ഇറങ്ങിയ ടൈമിനകത്ത് കുറച്ച് പടങ്ങളും, അതേപോലെ കുഞ്ഞിരാമായണം സെറ്റായിരുന്നു. പിന്നെ നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം ആരൊക്കെ എന്തൊക്കെ ട്രോൾ ചെയ്യാലും എനിക്ക് ആ പടം ഫസ്റ്റ് കണ്ടപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടൊരു പടം തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം. ഇനി ആ ഒരു പടത്തിനകത്തൊക്കെ പുള്ളിക്കാരന്റെ അഭിനയവും നല്ല സെറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ്
അത് കഴിഞ്ഞിട്ട് മാത്രമല്ല പുള്ളി പിന്നെ നിരത്തി പിടിച്ചിട്ടൊരു പോക്കായിരുന്നല്ലോ. അതായത് പടക്കം പൊട്ടണ പോലെ എത്ര പടങ്ങളാണ് പുള്ളിക്കാരനെ പൊട്ടിയിട്ടുള്ളത്. നിരത്തി പിടിച്ച് പൊട്ടിക്കൊണ്ടിരുന്നിട്ടും പിന്നെ നിർത്താതെ അതേ ജോണറിനകത്ത് അല്ലെങ്കിൽ അതേ ഒരു പാറ്റേണിനകത്ത് തന്നെയാണ് പുള്ളിക്കാരൻ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ അത് മാറ്റാനായിട്ട് യാതൊരു ഉദ്ദേശവും ഇല്ല എന്നുള്ള തരത്തിനകത്താണ് പുള്ളിക്കാരൻ്റെ പോക്ക്. ഇത് മെയിനായിട്ടും ഈ വേറെ സംവിധായകരും അല്ലെങ്കിൽ വേറെ പുള്ളി ജസ്റ്റ് ഒരു ആക്ടറായിട്ട് മാത്രം തന്നെ പടങ്ങളുടെ കേസായിട്ട് ഞാൻ പറയുന്നത്, അല്ലാണ്ട് പുള്ളി ഡയറക്റ്റ് ചെയ്യുന്നതോ അങ്ങനത്തെ പടങ്ങളൊന്നും അല്ല. അപ്പൊ ഇങ്ങനെ പുള്ളിക്കാരൻ ഇങ്ങനെ പൊട്ടാൻ വേണ്ടി തന്നെ കുറെ പടങ്ങൾ പിടിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പുള്ളിക്ക് വേറെ പടങ്ങൾ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പൊ ഈ ഒരു ആങ്കർ ഇവിടെ ചോദിക്കുന്ന ആ ഒരു ചോദ്യത്തിനകത്ത് എവിടേക്കോ പുള്ളി ഉദ്ദേശിച്ച ആ ഒരു കാര്യത്തിനകത്ത് എവിടേക്കോ ഒരു പോയിന്റ് ഉണ്ടായി. പക്ഷെ അത് പുള്ളി പറഞ്ഞു വന്നപ്പോൾ അത് ഒരുമാതിരി ധ്യാൻ ശ്രീനിവാസനെ അങ്ങോട്ട് ഏതാണ്ട് മൊത്തത്തിൽ അങ്ങോട്ട് ആക്ഷേപിക്കുന്ന രീതിക്കായിപ്പോയി പുള്ളിക്കാരൻ്റെ വർത്താനം. അതുകൊണ്ട് തന്നെയാണ് ധ്യാൻ ശ്രീനിവാസൻ നല്ല രീതിക്ക് തിരിച്ചു കൊടുത്തത്. എന്നാലും കൊടുത്തത് നല്ല കാര്യം തന്നെയായിട്ട് എനിക്ക് തോന്നിയത്. അല്ല, ഈ ആങ്കറിന്റെ ചോദ്യം അത് അമ്മാതിരി ചോദ്യമായിരുന്നു. പുള്ളിക്കാരൻ അത് ചോദിച്ച് ഒരുമാതിരി ധ്യാൻ ശ്രീനിവാസൻ ഒരു വിലയില്ലാത്ത രീതിക്കാണ് പുള്ളിക്കാരൻ ആ ഒരു ചോദ്യം ചോദിച്ചത്. അത് തന്നെയാണ് പുള്ളിക്കാരന് പറ്റിയ മെയിൻ പ്രശ്നം. ഒരിക്കലും നമ്മളൊരു പത്രപ്രവർത്തകനൊക്കെ ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് അങ്ങനത്തെ ചോദ്യം ഒന്നും അത് ഇത്ര ഇമ്മച്ചുറായിട്ടൊന്നും ചോദിക്കാൻ പാടില്ല. കാര്യം പുള്ളി ഉദ്ദേശിച്ചത് മെയിനായിട്ട് ഇതായിരിക്കും. ഇപ്പൊ നമ്മുടെ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പുറം നാട്ടിനകത്തുള്ള ആൾക്കാരൊക്കെ നോക്കുമ്പോഴാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം ഇൻഡസ്ട്രി. അപ്പൊ ആ സമയത്താണ് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ നിരത്തി പിടിച്ചോടെ പടങ്ങൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ഇതിനകത്ത് തന്നെ നമ്മുടെ മലയാള സിനിമയ്ക്ക് തന്നെ ഒരു 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 എന്താ പറയുക, ഇപ്പൊ കോലം വയ്ക്കൂലേ, അതേപോലത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ആയിട്ടാണ് എനിക്കിപ്പോ ധ്യാൻ ശ്രീനിവാസന്റെ പടം തോന്നുന്നത്. അപ്പൊ അങ്ങനെ പക്ഷേ ധ്യാൻ ശ്രീനിവാസന്റെ മാത്രം ഇഷ്ടമാണ് പുള്ളിക്കാരൻ ഇങ്ങനത്തെ പടം ചെയ്യണോ ചെയ്യണ്ട എന്നുള്ളതൊക്കെ പുള്ളിയുടെ മാത്രം ഇഷ്ടമാണ്. പക്ഷേ കാണുന്നവർക്ക് അഭിപ്രായം പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഇരുന്ന് പറയുന്നത്. അപ്പൊ പുള്ളിക്കാരനെ ഇത്രയും കൂടെ സെലക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ കഴിവുള്ള നടനാണല്ലോ, അതുകൊണ്ടാണ് നമ്മളൊക്കെ ഈ പറയുന്നത്. അല്ലാണ്ട് പുള്ളി വെറുതെ ഇപ്പൊ ഇന്റർവ്യൂകളൊക്കെ പുള്ളിക്കാരൻ്റെ നല്ല കിഡിലാണ്, നമ്മൾ ചിരിച്ച് മറിച്ചിരുന്ന് കാണും. പക്ഷെ എന്നാലും പുള്ളിക്കാരൻ ആസ് ആൻ ആക്ടർ പുള്ളി ഇപ്പോഴും ആ ഒരു പാറ്റേണിനകത്ത് ആ ലൂപ്പിനകത്ത് പെട്ട് കിടക്കണതാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുള്ളി ഒന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ പുള്ളിയിൽ നിന്നും നമുക്ക് ഒരുപാട് പടങ്ങൾ നല്ലത് പ്രതീക്ഷിക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ പുള്ളി എന്താണ് ചെയ്യുന്നത്, പുള്ളി ഇങ്ങനെ നിരത്തി പിടിച്ച് പടങ്ങൾ ഇറക്കുന്നു പൊട്ടിക്കുന്നു. മറ്റേ ഈ അടുത്തൊരു സാധനം ന്യൂക്ലിയർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞു കേട്ടായിരുന്നു നമ്മുടെ ധ്യാൻ ശ്രീനിവാസനെ. അപ്പൊ അത്രത്തോളം പടങ്ങളൊക്കെ പൊട്ടിച്ചു പോകുമ്പോഴത്തേക്കും ആരായാലും ഇങ്ങനെ പറഞ്ഞു പോകും. പിന്നെ ധ്യാൻ ശ്രീനിവാസനോട് ഒരു ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഭൂരിഭാഗം പേർക്ക് ധ്യാൻ ശ്രീനിവാസന് ഇഷ്ടമാണ്. കാര്യം പുള്ളിക്കാരൻ ഇപ്പൊ ഇന്റർവ്യൂകളിലാണെങ്കിലും എല്ലാം ധ്യാൻ ശ്രീനിവാസന് ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർക്ക്. അതുകൊണ്ട് പുള്ളിയുടെ നല്ല പടം വന്ന് എല്ലാവരും പോയി കാണും. പക്ഷേ പുള്ളിയുടെ ഭാഗത്തുനിന്നും അതിനുള്ള എഫേർട്ട് വേണം. അല്ല, നല്ല സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കാനും അല്ലെങ്കിൽ നല്ലൊരു ഇത് തിരഞ്ഞെടുക്കാനൊക്കെ ഉള്ള ഒരു അങ്ങനെ ഒരു എഫേർട്ട് പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പുള്ളി ജസ്റ്റ് ഇപ്പൊ പൈസയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പുള്ളി എന്നെ ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പുള്ളി സുഹൃത്ത് ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അത് മാത്രം നോക്കാണ്ട് പുള്ളി ഇതും കൂടെ നോക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ ഈ ആങ്കർ ചോദിച്ചു വന്നപ്പോഴത്തേക്കും ആങ്കർ ഇവിടെ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനകത്തേക്കൊക്കെ വരെ പോയി. അപ്പൊ അങ്ങടൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇവർക്ക് തന്നെ അത്യാവശ്യം അസ്വസ്ഥരായി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ അങ്ങനെ രീതിക്ക് ധ്യാൻ ശ്രീനിവാസനാണെങ്കിൽ പൊട്ടിത്തെറിച്ചൊക്കെ റിയാക്ട് ചെയ്തത്. അപ്പൊ ധ്യാൻ ശ്രീനിവാസൻ ആ റിയാക്ട് ചെയ്തതിനകത്തൊന്നും എനിക്ക് യാതൊരു തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ധ്യാൻ ശ്രീനിവാസന്റെ ഭാഗത്തുനിന്നും ഒരു എഫേർട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നല്ല കാര്യമെന്ന് മാത്രമേ എനിക്കിനകത്ത് പറയാനുള്ളൂ. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾക്ക് ധ്യാൻ ഇപ്പം ഇറങ്ങുന്ന പടങ്ങളൊക്കെ എങ്ങനെ ഇഷ്ടമാണ്? എല്ലാം നിങ്ങൾ വീഡിയോയുടെ കമന്റ് വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവർക്കും അടുത്ത വീഡിയോ